മൂന്നാറിൽ നിന്നൊരു വിവരം പുറത്തു വന്നു. അത് വീട്ടുമുറ്റത്ത് കിടന്ന നായയെ പുലി പിടിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് ആ സംഭവം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വീട്ടുമുറ്റത്ത് പുലിയെത്തി എന്നുള്ള വിവരം വീട്ടുകാർ അറിയുന്നത്. നിലവിൽ എന്തായാലും ഈ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ പുലിയെ ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പരിശോധന നടത്തുന്നതാണ്. പക്ഷേ വനംവകുപ്പിന്റെ RRT ടീമിന് ആ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആളുകളുടെ ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് ആ മേഖലയിൽ കുറച്ച് ദിവസം കൂടി പരിശോധന സ്ഥിരമായി തന്നെ നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഈ പുലി വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയോ ഏതെങ്കിലും തരത്തിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുകയോ ചെയ്താൽ ഈ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടിയും ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് പ്രാഥമികമായി പറയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. മൂന്നാർ ദേവികുളം മിഡിൽ ഡിവിഷനിലുള്ള രവി എന്ന് പറയുന്ന ആളുടെ വളർത്തുനായെ ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. പകൽ സമയം പൂർണ്ണമായിട്ടും അതിന് തെരച്ചിൽ നടത്തി, പക്ഷേ കണ്ടില്ല. പിന്നീട് വൈകിട്ട് വീട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. വീടിന് മുറ്റത്ത് കിടന്നിരുന്ന വളർത്തുനായെ പുലി പതുങ്ങി വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ വീട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൂന്നാർ മേഖലയിൽ ദേവികുളം ഉൾപ്പെടെയുള്ള മൂന്നാർ മേഖലയിൽ വ്യാപകമായി വന്യജീവി ആക്രമണം ഉണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് നാട്ടുകാർക്ക്.